ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 3 ഒന്നാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുൻപത്തെ സീസൺസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോട്ട് സമയങ്ങളാണ് നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഈ മതിലുകൾക്കപ്പുറത്ത് വലിയ സമുദ്രമുണ്ട് എന്നായിരുന്നു ആർമിൻ അന്ന് എന്നോട് പറഞ്ഞത്. എന്നാൽ സമുദ്രത്തിനും അപ്പുറത്ത് അതിനെ പറ്റിയായിരുന്നു എന്റെ ചിന്ത മുഴുവനും എന്ന് എറിൻ ആകാശത്തോട്ട് നോക്കി ചിന്തിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കാടിനകത്തെ ഒരു വീടാണ്. അങ്ങോട്ട് ഇപ്പോ സാധനങ്ങളുമായി വരുവാണ് ജിൻ. വീടിനകമെല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന എറിൻ, ഡേയ് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഷൂ അയച്ചിട്ടിട്ട് വേണം ഇതിനകത്തോട്ട് കയറാനെന്ന്. ഇതെങ്ങാനും ക്യാപ്റ്റൻ ലീവായി അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇവിടെ എന്താ നടക്കാന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിലോ നീ ഇവിടെ ഒന്നും വൃത്തിയായി സൂക്ഷിക്കുന്നില്ല. ഇന്ന് രാവിലെ നീ എഴുന്നേറ്റ് നിന്റെ ബെഡ് വരെ ഞാൻ നീറ്റാക്കി വെച്ചേ എന്ന് എറിൻ അവനോട് പറയുന്നു. നിർത്തടാ, നീ എന്താ എന്റെ അമ്മയാണോ? കുറെ നേരെയാവൻ തുടങ്ങിയിട്ട്. ഇതേ സമയമാണ് മിക്കാസയും ഹിസ്റ്റോറിയും അങ്ങോട്ട് വരുന്നത്. നിങ്ങളെന്താ മരം വെട്ടാൻ പോയതായിരുന്നോ? നിന്നെ ഒരു ടൈറ്റം പിടിച്ച് നെക്കിയതൊക്കെ നീ മറന്നുപോയോ? നിനക്ക് റെസ്റ്റ് എടുത്തൂടെ എന്ന് ആർമിൻ അവളോട് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞതാ, അവള് കേൾക്കണ്ടേ? ഇന്ന് രാവിലെ അവിടെ ഇരുന്ന് സിറ്റപ്പ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു എന്ന് എറിനും പറയുന്നു. ഡേയ്, ഗേൾസ് ചെയ്യുന്നതെല്ലാം ഒളിഞ്ഞിരുന്ന് നോക്കുന്നോടാ വൃത്തികെട്ടവനെ എന്ന് വിളിക്കുവാണ് ജീൻ. ഇതേ സമയം ക്യാപ്റ്റൻ ലീവയ്ക്ക് കഴിക്കാനുള്ള കിഴങ്ങൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുവാണ് സഷ. ഇതൊക്കെ കാണുമ്പോ നമ്മുടെ പഴയ ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ ഓർമ്മ വരുന്നു. ഇത് കേട്ട ആർമിൻ, നമ്മളെ എന്തിനായിരിക്കും ലീവയുടെ പുതിയ സ്കൂളിലോട്ട് നിയമിച്ചത്? എറിന്റെയും ഹിസ്റ്റോറിയുടെയും സംരക്ഷണം വളരെ ഗൗരവമേറിയതല്ലേ? അത് പിന്നെ നമ്മുടെ കഴിവുകൾ അവർ തിരിച്ചറിഞ്ഞു കാണും എന്ന് പറഞ്ഞ് സഷ ഒരു കിഴങ്ങെടുത്ത് അവളുടെ ബാഗിനകത്തിടുന്നു. ഡീ പെരിങ്കള്ളി, എന്താടിയത് എന്ന് ചോദിച്ച് ജിൻ അങ്ങോട്ട് വരുന്നു. ക്യാപ്റ്റൻ വരുന്നതിന് മുൻപ് ഇവിടെയെല്ലാം വൃത്തിയാക്കണം എന്ന് എറിൻ അവരോട് പറയുന്നു. പെട്ടെന്നാണ് ക്യാപ്റ്റൻ ലീവായി അങ്ങോട്ട് കയറി വരുന്നത്. എന്ന് ഇതൊന്നും അറിയാതെ അവരവിടെ സഷയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മിണ്ടാതെ അവിടെ ഉണ്ടായിരുന്ന മേശയുടെ അടിയിൽ ലീവായി കൈവച്ചൊരക്കുന്നു. ആവശ്യത്തിനുള്ള സമയം ഞാൻ തന്നതല്ലേ? എന്തെങ്കിലും ആവട്ടെ, നിന്റെ ഈ വൃത്തിയാക്കലിനെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. എറിൻ, വീണ്ടും പരിശീലനം തുടങ്ങാൻ ഹാൻജി അവിടെ കടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. സോ പിന്നീട് നമ്മൾ കാണുന്നത് എറിനെ വീണ്ടും ടൈറ്റനാക്കി പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹാൻജിയാണ്. അവനൊരു ടൈറ്റനായി മാറിയിട്ടും അവനെ കൊണ്ട് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. എറിൻ, എഴുന്നേക്ക്, മനുഷ്യരുടെ എല്ലാവരുടെയും പ്രതീക്ഷ നിന്നിലാണ്, എഴുന്നേക്ക് എറിൻ എന്ന് ഹാൻജി വിളിച്ചു പറയുന്നു. എടി പൊട്ടിക്കണ്ണി, അങ്ങോട്ട് നോക്ക. അവന്റെ അരക്ക് കീഴ്പോട്ട് വെറും എല്ലും തോലും മാത്രമേ ഉള്ളൂ. മാത്രമല്ല അവന്റെ യഥാർത്ഥ ശരീരത്തിന്റെ തലഭാഗം മാത്രമേ ആ ടൈറ്റിനകത്തുള്ളൂ, ബാക്കിയെല്ലാം പുറത്താ എന്ന് ക്യാപ്റ്റൻ ലീവായി അവളോട് പറയുന്നു. എനിക്ക് കാണാം. എറിൻ, നിനക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഒരു സിഗ്നൽ താ എന്ന് വിളിച്ച് പറയുവാണ് ഹാൻജി. പെട്ടെന്ന് തന്നെ മിക്കാസ എറിനെ സഹായിക്കാൻ വേണ്ടി പോകുന്നു. ഈ പെണ്ണ് വീണ്ടും തുടങ്ങി. അവളുടെ ഇഷ്ടത്തിന് അവൾ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുക. ഇവളെ ശിക്ഷിക്കാനുള്ള സമയമായില്ലേ എന്ന് ലീവായി ചോദിക്കുന്നു. ഇല്ല, അവന് അനങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹാൻജി എറിന്റെ അടുത്തോട്ട് പോകുന്നു. ചൂടുകൊണ്ട് ആവി പറക്കുന്ന ആ ടൈറ്റന്റെ ശരീരത്തിൽ നിന്നും വലിച്ചു പറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് എറിനെ. നോക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിൽ നിന്നും ബ്ലഡും വരുന്നുണ്ട്. അവന്റെ മുഖത്തിന്റെ പകുതിയും വലിഞ്ഞു പറഞ്ഞു നിൽക്കുന്നു. സ്ക്വാഡ് ലീഡർ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടോ എന്നൊരു ഓഫീസർ അവളോട് ചോദിക്കുന്നു. ഇത് കേട്ട് മിക്കാസ അവനെ അതിൽ നിന്നും അങ്ങ് വെട്ടിയെടുക്കുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് കൂടിപ്പോയി എന്ന് ഹാൻജി പറയുന്നു. കണ്ടിട്ട് ഇത് ഹീലാവാൻ ഒരുപാട് സമയമെടുക്കുമെന്ന് തോന്നുന്നു. ടൈറ്റന്റെ ഹാർഡനിങ് കഴിവ് ഉപയോഗിച്ച് മതിലുകളുടെ ദ്വാരമടക്കാൻ ഇനിയും സമയമെടുക്കും എന്ന് ക്യാപ്റ്റൻ ലീവായി പറയുന്നു. അതെ, ഇതിന്റെ വിജയസാധ്യത എത്രയാണെന്ന് ഈ പ്ലാൻ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് അറിയാമായിരുന്നു. തിയറി വെച്ച് നോക്കുമ്പോ അത് നല്ലൊരു പ്ലാനാണ്. ആവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് പകരം എറിനെ മാത്രം അങ്ങോട്ട് എത്തിച്ചാൽ മതി. പക്ഷെ എല്ലാത്തിന്റെ അവസാനം എറിന്റെ കയ്യിലാണ് എന്ന് ക്യാപ്റ്റൻ ലീവായി ആർമിനോട് പറയുന്നു. നീ എറിന്റെ ഒപ്പം തിരിച്ചു പോക്കോ, ഞാൻ ഹാൻജിയുടെ കൂടെ ഡ്രസ്സിലോട്ട് പോവുകയാണ് എന്ന് ക്യാപ്റ്റൻ ലീവായി ഹിസ്റ്റോറിയോട് പറയുന്നു. അവളെ പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കണം. നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത സത്യങ്ങൾ മനസ്സിലാക്കാൻ അവളെ കൊണ്ട് സാധിക്കും എന്ന് പാസ്റ്റർ നിക് പണ്ട് പറഞ്ഞത് ലീവായി ആലോചിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കാടിനകത്തു നിന്നും സ്മോക്ക് വരുന്നത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരെയാണ്. അവിടെ കട്ട് ചെയ്ത ട്രസ്റ്റ് നഗരമാണ് കാണുന്നത്. മറ്റൊരു ശ്രമം കൂടിയും പരാജയപ്പെട്ടു അല്ലേ? ആ പ്ലാൻ ശരിയായി നടന്നിരുന്നുവെങ്കിൽ സിഗാക്ഷിനയിലെ ആ ദ്വാരം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് അടക്കാമായിരുന്നു. കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഹാർഡനിങ് കഴിവിനെ പറ്റി ഒരു പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമായേനെ. പക്ഷേ നമുക്കൊപ്പം ഹിസ്റ്റോറിയ റേസ് ഉണ്ട്. മതിലുകളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവൾക്കറിയാൻ സാധ്യതയുണ്ട് എന്ന് ക്യാപ്റ്റൻ ലീവായി പറയുന്നു. അവളുടെ പാസ്റ്റിനെ പറ്റിയുള്ള റിപ്പോർട്ട് ഞാൻ വായിച്ചു. അവൾ ലോർഡ് റേസിന്റെ ജാരസന്തതിയാണ്. കുട്ടിക്കാലത്തെ അവളുടെ ലൈഫ് വളരെയധികം മോശമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒരു സാധാരണ ലോർഡിന് മതിലുകളുടെ രഹസ്യവുമായി എന്ത് ബന്ധം? ഇത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുവാണ് ക്യാപ്റ്റൻ ലീവായി. പിന്നീട് നമ്മൾ കാണുന്നത് മിലിറ്ററി പോലീസിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന പാസ്റ്റർ നിക്കിനെയാണ്. പിറ്റേ ദിവസം രാവിലെ എറിൻ എഴുന്നേറ്റ് വരുന്നു. ഒരു ദിവസമായി പുള്ളി ഉറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു.
ഞാൻ കാരണമല്ലേ വാൾമാരെ തിരിച്ചു പിടിക്കാനുള്ള ആ പ്ലാൻ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്. ഏയ്, ഇത് നിന്റെ കുഴപ്പമില്ല, വെറുതെ സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്ത എന്ന് മിക്കാസ അവനോട് പറയുന്നു. ആ ബീസ്റ്റുമായി ഏറ്റുമുട്ടാൻ ഒരവസരം കൂടി എനിക്ക് വേണം. ജീവനുള്ളിടത്തോളം കാലം ഞാൻ ആ കുരങ്ങനോട് ക്ഷമിക്കില്ല എന്ന് പറയുവാണ് കോണി. ഇത് കേട്ട് എറിൻ അവന്റെ മുഖത്തോട്ട് തന്നെ നോക്കുന്നു. ഓ ശരി, ഗാർഡ്സിനെ മാറ്റാൻ സമയമായി, വാ മിക്കാസ എന്നും പറഞ്ഞുകൊണ്ട് കോണി അവിടെ നിന്നും പോകുന്നു. നിങ്ങൾക്കെല്ലാം എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധമുണ്ട്. എയ്മർ പോയതിനു ശേഷം എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് ഹിസ്റ്റോറിയ പറയുന്നു. നിനക്ക് എമിറിനെ രക്ഷിക്കണ്ടേ എന്ന് ചോദിക്കുവാണ് എറിൻ. വേണം, പക്ഷേ അന്ന് എനിക്ക് അവളോട് ക്ഷമിക്കാൻ മനസ്സ് വന്നില്ല. പക്ഷെ ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോ അവൾ അവളുടെ വിധി സ്വയം തെരഞ്ഞെടുത്തതാണെന്ന് മനസ്സിലായി. അതെനിക്ക് മാറ്റാൻ അവകാശവുമില്ല. ഇതേ സമയമാണ് ഹാൻജിയും മൊബ്ലിറ്റും അങ്ങോട്ട് വരുന്നത്. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പാസ്റ്റർ നിക്ക് മരിച്ചു, ആരോ കൊന്നതാ. ഇന്ന് രാവിലെ ട്രസ്റ്റ് നഗരത്തിലെ സൈനികർ താമസിക്കുന്ന സ്ഥലത്തായിരുന്നു സംഭവം. തെളിവുകൾ നശിക്കുമെന്ന് പറഞ്ഞ് എന്നെ അവർ ആ റൂമിലോട്ട് കയറ്റിയില്ല. ഒരു മോഷണ ശ്രമത്തിനിടെ കൊന്നതാണെന്നാ അവരെന്നോട് പറഞ്ഞ്. ഹേയ്, എന്താ നിങ്ങൾ പറയുന്നേ? അവരുടെ നഖങ്ങളെല്ലാം പറിച്ചെടുത്തത് നിങ്ങൾ കണ്ടതല്ലേ? ഇത് കേട്ട് ആ ഓഫീസർ ഹാൻജിയുടെ കോളറിൽ കയറി പിടിക്കുന്നു. നിങ്ങൾ ഏത് യൂണിറ്റാ? ഇത് കേട്ട് സാനോ അയാളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. 4ാം സ്ക്വാഡിന്റെ സ്ക്വാഡ് ലീഡർ ഹാൻജി സാനോ, പിന്നെ ഞാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മെബ്ലിറ്റ്. ഓ, നിങ്ങളുടെ സർവേ കോപ്സുകാരുടെ റാങ്കിനൊന്നും ഇവിടെ തീരെ വിലയില്ല. ഇവരെ കൊന്നത് ടൈറ്റിനൊന്നും അല്ലല്ലോ. ഇത് കേട്ട് ഹാൻജി, നിങ്ങൾ ഫസ്റ്റ് ഇന്ത്യൻ സ്ക്വാഡ് അല്ലേ? തലസ്ഥാനത്തെ മിലിറ്ററി പോലീസിന് ഇവിടെ ട്രസ്റ്റിൽ എന്താ കാര്യം? ഇത് കേട്ട് ആ ഓഫീസേഴ്സ് ഒന്നും ഞെട്ടുന്നു. അതിലെത്തിനെപ്പത്ര ചിന്തിക്കാനുള്ളതാ? ഞങ്ങൾ നിങ്ങളെ പോലെയല്ല, ഞങ്ങൾക്ക് ഇവിടെ 100 കൂട്ടം പണികളുണ്ട്. ഇത് കേട്ട് ഹാൻജി എന്തോ ആലോചിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാ, നിങ്ങളെ പോലെയുള്ള മിലിറ്ററി ഓഫീസേഴ്സിനെ കിട്ടിയത് ഈ നാടിന്റെ ഭാഗ്യമാണ്. നിങ്ങളുടെ കൈയൊന്ന് പിടിക്കാനുള്ള അവസരം തരണം എന്ന് പറഞ്ഞ ഹാൻജി അവരുടെ കയ്യിൽ കയറി പിടിക്കുന്നു. അവരുടെ കയ്യിൽ ആരോ അടിച്ചതുപോലെയുള്ള പാട് കാണുവാണ് ഹാൻജി. നിക്കിന്റെ കയ്യിൽ നിന്നും മോഷ്ടിക്കാൻ മാത്രം അത്രയും വിലപിടിപ്പുള്ള എന്തെങ്കിലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന് ഹാൻജി അവരോട് ചോദിക്കുന്നു. പിന്നെ അങ്ങേരുടെ മതവിഭാഗത്തിന്റെ സാധനങ്ങൾ അങ്ങേരുടെ കയ്യിൽ ഉണ്ടാവില്ലേ? അതിന് ഇത്ര വിലപിടിപ്പുണ്ടെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഓ, നിക്കെന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അവൻക്ക് ഈ ഗതി വന്നതിൽ എനിക്ക് ഒരുപാട് കഷ്ടം തോന്നുന്നു. എന്തായാലും ഇത് ചെയ്തവരെ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അവരോട് പറയണം. അവൻ അനുഭവിച്ച അതേ നരകയാതന ഞാൻ നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കും. അതെ, നിങ്ങൾ അത് അനുഭവിക്കും. ശരിയെന്നാ എന്ന് പറഞ്ഞ് ഹാൻജി അവിടെ നിന്നും പോകുന്നു. കമാൻഡർ, അവരാണിത് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന ഓഫീസർ ചോദിക്കുന്നു. അതെ, ഫസ്റ്റ് ഇന്റീരിയർ സ്ക്വാഡിന്റെ ജെൽസാനസ്. അവന്റെ കൈയിലെ തൊലികൾ വിണ്ടു കീറിയിട്ടുണ്ടായിരുന്നു. നിക്കിനെ ഇന്റീരിയർ മിലിറ്ററി പോലീസുകാർ വളരെ ക്രൂരമായി കൊന്നുകളഞ്ഞു. നിക്ക് നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞതിനോട് അവരുടെ സഭയ്ക്ക് എതിർപ്പുണ്ടാവുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാ അവനൊരു കള്ളപ്പേരും കൊടുത്ത് അവിടെ താമസിപ്പിച്ചത്. പക്ഷെ അവനെ കൊല്ലാനായി അവർ സൈനികരയക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇതെല്ലാം എന്റെ തെറ്റാ, ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറയുവാണ് ഹാൻജി. നിക്കിനെ മിലിറ്ററി പോലീസ് അങ്ങനെ പീഡിപ്പിച്ചത് നമ്മളോട് അവൻ എന്താ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുവാണ് ആർമിൻ. ആയിരിക്കാനാണ് സാധ്യത. പക്ഷെ അവർ ഇന്റീരിയർ മിലിറ്ററി പോലീസ് ആയതുകൊണ്ട് ഇതിന് പിന്നിൽ വേറെന്തോ കാരണമുണ്ടായിരിക്കാനാണ് സാധ്യത എന്ന് ക്യാപ്റ്റൻ ലീവയും പറയുന്നു. നിക്കിന്റെ എത്ര നഖങ്ങൾ അവർ പിഴുതെടുത്തു എന്ന് ക്യാപ്റ്റൻ ലീവ ഹാൻജിയോട് ചോദിക്കുന്നു. ഞാൻ നല്ലപോലെ കണ്ടില്ല, പക്ഷെ കണ്ടതിൽ എല്ലാ നഖങ്ങളും എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഹാൻജിയും പറയുന്നു. അവർ എന്തെങ്കിലും പറയണോന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നഖം പിഴുതെടുത്തപ്പോ തന്നെ പറയണമായിരുന്നു. എനിക്ക് നിക്കിനോട് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അദ്ദേഹം അവസാന ശ്വാസം വരെ തന്റെ വിശ്വാസം കൈവിട്ടില്ല. ഇത് കേട്ട് ഹാൻജിക്ക് നല്ല രീതിയിൽ സങ്കടം വരുന്നു. അതിനർത്ഥം റെയ്സ് കുടുംബത്തെ പറ്റി അദ്ദേഹം നമ്മളോട് പറഞ്ഞതെന്താണെന്ന് അവർക്കറിയില്ല. എന്നാ ഒരു കാര്യം ഉറപ്പാണ്, മുകളിൽ നിന്നും ശത്രുക്കൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ക്യാപ്റ്റൻ ലീവൈ പറഞ്ഞു തീർന്നതും ഒരു ലേഡി ഓഫീസർ അങ്ങോട്ട് ഓടി വരുന്നു. ക്യാപ്റ്റൻ, കമാൻഡർ എർവിനിൽ നിന്നും ഒരു മെസ്സേജ് ഉണ്ട്. പാസ്റ്റർ നിക്കിനെ പറ്റി പറയാൻ പോയപ്പോ എന്നെ ഇതുമായി തിരിച്ചയച്ചു. അത് വായിച്ചു നോക്കി ലീവൈ, പെട്ടെന്ന് എന്നെ പുറപ്പെടൂ. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാവാൻ പാടില്ല. പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ചു സമയത്തിന് ശേഷം ആ വീട്ടിലോട്ട് ആരൊക്കെ ഇടിച്ചു കയറി വരുന്നു. എന്നാൽ ഇതെല്ലാം മലമുകളിൽ നിന്നും അവർ കാണുന്നുണ്ട്. ഓ, ജസ്റ്റ് മിസ്, നമ്മൾ അപ്പോ തന്നെ അവിടുന്ന് പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറയുവാണ് കോണി. പക്ഷെ ഈ കാര്യം കമാൻഡർ എർവിൻ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുവാണ് ആർമിൻ. ഗവൺമെന്റിൽ നിന്നും പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. സർവേ കോപ്സിന് മതിലുകൾക്ക് പുറത്തു പോകുന്നതിൽ നിന്നും വിലക്ക്. എറിനെയും ഹിസ്റ്റോറിയനെയും ഗവൺമെന്റിന് കൈമാറണം. ഈ മെസ്സേജ് എനിക്ക് തന്ന ഉടനെ തന്നെ മിലിറ്ററി പോലീസുകാർ കമാൻഡർ എർവിനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ലേഡി ഓഫീസർ പറയുന്നു, കുറ്റവാളികളോട് പെരുമാറുന്നത് പോലെ അവരെന്തിനാ പെരുമാറുന്നേ എന്ന് ചോദിക്കുകയാണ് ഹാൻജി. ഇതുവരെ പുറകിലിരുന്ന് കളിച്ചവരെല്ലാം ഇപ്പൊ മുന്നിലോട്ട് വന്നിരിക്കുന്നു. ഇനി അവരെ ആര് കാണുമെന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല. പക്ഷെ എറിനെയും ഹിസ്റ്റോറിയെയും അവർക്കെന്തിനാ? കൊല്ലാനാണെങ്കിൽ ഓക്കെ, പക്ഷെ ജീവനോടെ വേണോന്ന് പറയുന്നത്
ആർക്കറിയാം, പക്ഷെ ശത്രുക്കളുടെ ലക്ഷ്യം ഇവർ രണ്ടുപേരുമാണെന്ന് വ്യക്തമാണ്. ഇനി അധിക നേരം ഇവിടെ നിൽക്കണ്ട, എറിനെയും ഇവളെയും ട്രസ്റ്റിലോട്ട് മാറ്റാം എന്ന് ക്യാപ്റ്റൻ ലീവൈ പറയുന്നു. പാസ്റ്റർ നിക്കിനെ കൊന്ന അതേ നഗരത്തിലോട്ട് എന്തിനാ ഇവരെ മാറ്റുന്നേ എന്ന് മോബ്ലിച്ച് ചോദിക്കുന്നു. ഉള്ളിലെ മതിലുകൾക്കുള്ളിൽ പോകുന്നത് റിസ്ക് ആണ്. ട്രസ്റ്റിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കുള്ളിലൂടെ അകത്തോട്ട് കയറുന്നത് എളുപ്പമായിരിക്കും. ഇനി എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് സഞ്ചരിക്കാനും സാധിക്കും എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ലീവൈ 3D മാനുവൽ ഗിയർ കാണിച്ചു കൊടുക്കുന്നു. കൂടെ ശത്രു ആരാണെന്ന് നമുക്കറിയാത്ത സ്ഥിതിക്ക് സാഹചര്യം നമുക്ക് അനുകൂലമല്ല. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കണം. ഹാൻജി, കുറച്ച് സൈനികരെ എനിക്ക് വിട്ടുതാ എന്ന് ക്യാപ്റ്റൻ ലീവൈ പറയുന്നു. ഓക്കെ ശരി, ഞാൻ എർവിന്റെ അടുത്തോട്ട് പോവാണ്. മോബിലിറ്റ് എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഹാൻജി അവിടെ നിന്നും പോകുന്നു. പെട്ടെന്നാണ് എറിൻ ഹാൻജിയെ വിളിക്കുന്നത്. റെയ്നറും ബെർഡോൾഡും പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നപ്പോ ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പറയാനുള്ള സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു പേപ്പർ കൊടുക്കുന്നു. ശരി, ഞാനിത് വായിച്ചോളാം എന്ന് പറഞ്ഞ് ഹാൻജി അവിടെ നിന്നും പോകുന്നു. ഇതേ സമയമാണ് ഇവർ താമസിച്ചിരുന്ന ആ വീടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് 2 പേർ വരുന്നത്. അവര് വളരെ വേഗത്തിലാണല്ലോ നീങ്ങുന്നത്. എന്ത് ചെയ്യണമെന്ന് ആ കുരിപ്പിന് നന്നായിട്ട് അറിയാം എന്ന് അതിലൊരുത്തൻ പറയുന്നു. നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് മറ്റൊരുത്തൻ ചോദിക്കുന്നു. ആ, പണ്ടൊരിക്കെ എന്ന് പറഞ്ഞ അയാൾ ഒരു ഗണ്ണ് പുറത്തോട്ടെടുക്കുന്നു. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ടൈറ്റനുകളുടെ ശരീരത്തിന്റെ രൂപത്തിലും വലിപ്പത്തിലും വ്യത്യാസമുണ്ടെങ്കിലും അവരുടെ മർമ്മസ്ഥാനത്തിന് 1 മീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുമാണുള്ളത്. കഴുത്തിന് പുറകിലുള്ള ഈ മർമ്മസ്ഥാനത്ത് നല്ല രീതിയിൽ പരിക്കേൽപ്പിച്ചാൽ റീജനറേറ്റ് ചെയ്യാൻ പറ്റാതെ അത് മരിച്ചുപോകും. പിന്നീട് നമ്മൾ കാണുന്നത് ട്രസ്റ്റ് നഗരത്തിലൂടെ നടന്നു പോകുന്ന ലീവൈനെയും മറ്റുള്ളവരെയുമാണ്. ഹേയ്, എല്ലാവരും ഇങ്ങനെ കൂട്ടമായി നടക്കല്ലേ, വിട്ട് നടക്ക് എന്ന് ക്യാപ്റ്റൻ ലീവൈ പറയുന്നു. ഇതെന്താ എല്ലായിടത്തും രാജകുടുംബത്തിന്റെ കൊടികളെല്ലാം തൂക്കിയിട്ടിരിക്കുന്നേ എന്ന് ചോദിക്കുവാണ് കോണി. ഇപ്പോഴുള്ള രാജാവ് അധികാരത്തിൽ വന്നതിന്റെ ആനിവേഴ്സറി ആണ് ഇന്ന്. എല്ലാ ദിവസവും ഈ വർഷം പ്രത്യേക റേഷൻ വിതരണവും ഉണ്ട് എന്ന് പറയുവാണ് സഷ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് റേഷൻ വിതരണം പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. ജനങ്ങളുടെ സങ്കടം മനസ്സിലാക്കിയ ബ്രിട്ടീഷ് രാജാവ് രാജകുടുംബത്തിന്റെ പക്കലുള്ള ധനം ദാനം ചെയ്യുന്നതാണ്. സോ എല്ലാവരും വരിവരിയായി നിൽക്കണം എന്നൊരു ഓഫീസർ വിളിച്ചു പറയുന്നു. ഒരു രാജാവായ ഇങ്ങനെ വേണം എന്ന് പറയുവാണ് സഷ. അവന്റെ സ്റ്റോറേജ് മുഴുവൻ നിറയാറായി കാണും. അതാ ആഹാരം കൊടുത്ത ജനങ്ങളെ കയ്യിലെടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ലീവൈ അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് രാജാവിനെയും അവരുടെ കൂടെയുള്ളവരെയാണ്. കൊടുക്കാൻ വെച്ചിരുന്നതിൽ 60% ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർന്നു. ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയാണെങ്കിലും അല്പം കൂടി പോയില്ലേ എന്ന് ചോദിക്കുകയാണ് ഒരാൾ. ഒരിക്കലുമില്ല ലോർഡ് റൈസ്, രാജകുടുംബത്തെ പറ്റി ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുണ്ടാക്കാൻ ഇതാവശ്യമാണ്. ഇനി നമുക്ക് ആവശ്യം ആ ശക്തിയും ആ സ്വീകർത്താവിനെയുമാണ്. അതും ഉടനെ വേണം. ഓ, മിലിറ്ററി പോലീസ് പരാജയപ്പെട്ടുവല്ലേ എന്നൊരാൾ ചോദിക്കുന്നു. ഇത് കേട്ട് ഒരു മിലിറ്ററി ഓഫീസർ അവരെ പിടിക്കാനുള്ള ശ്രമം പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. സാർ വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് ഉടനെ തന്നെ കിട്ടും. അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് ആ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന ഇവരെയാണ്. ഹേയ്, പെട്ടെന്ന് തന്നെ എല്ലാവരും മാറി നിൽക്കുക എന്ന് ക്യാപ്റ്റൻ ലീവൈ പറഞ്ഞതും ആ കുതിരവണ്ടി ഇവർക്ക് നേരെ വരുന്നു. ഐ മീൻ ഹിസ്റ്റോറിയ, എറിൻ എന്ന ശേഷം അവരെ നോക്കി വിളിക്കുന്നു. സോ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ അവർ തട്ടിക്കൊണ്ടുപോകുന്നു. ഇതേ സമയം മറ്റൊരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എറിനും ഹിസ്റ്റോറിയയും. ഇത് ശരിക്കും നടക്കുമോ? അവനെ കാണാൻ എന്നെ പോലെയാണോ? അവന്റെ ആ കുതിരമുഖം അവനെ ചതിക്കും. നോക്കുന്ന സമയത്ത് ജിന്നും ആർമിനുമായിരുന്നു അത്. ആർമിനെ കണ്ട് ഹിസ്റ്റോറിയാണെന്ന് കരുതി മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുവാണ് റീവ് എന്നൊരുത്തൻ. ഡേ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക. നിന്റെ ആ മനോഹരമായിട്ടുള്ള ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ. ഇത് കേട്ട് ആർമിൻ ഒന്നും തന്നെ മിണ്ടാതിരിക്കുന്നു. എന്നാ ഇത് കണ്ട് ജിൻ, ഇതാണ് കോപ്പ്, ഞാൻ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇതോടുകൂടി ഈ അപരം കളി ഞാൻ അങ്ങ് നിർത്തി. പാവം നമ്മുടെ ആർമിൻ ഒന്നും തന്നെ പ്രതികരിക്കാൻ പറ്റാതെ അവിടെ ഇരിക്കുന്നു. ഇതെല്ലാം മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് മിക്കാസ. പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അത് ആർമിനാണെന്ന് അവർ മനസ്സിലാക്കും. അവന്റെ അവസ്ഥ ആലോചിച്ച് എനിക്ക് കഷ്ടം തോന്നുന്നു എന്നവൾ ലീവൈനോട് പറയുന്നു. നിങ്ങളുടെ കാലിനിപ്പോ എങ്ങനെയുണ്ട്? അനക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ തട്ടിക്കൊണ്ടുപോയവർ വെറും ചില്ലറ കുറ്റവാളികളാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഈ ദൗത്യം എന്തിനാ ഈ 7 കൂലികളെ ഏൽപ്പിക്കുന്നത്? എന്തെങ്കിലും ആവട്ടെ, ഇവരുടെ കാര്യം നോക്കാൻ നീ മതിയല്ലോ. ഞാൻ എന്തായാലും എറിന്റെ അടുത്തോട്ട് പോട്ടെ. ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് നീ അങ്ങോട്ട് വാ. പിന്നൊരു കാര്യം ബാക്കിയുള്ളവരോടും പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് എന്തോ ഒരു കാര്യം പറയുവാണ് ക്യാപ്റ്റൻ ലീവൈ. പിന്നീട് നമ്മൾ കാണുന്നത് ആർമിനെയും ജിന്നിനെയും കെട്ടിയെടുത്ത സ്ഥലത്തോട്ട് 4 പേർ വരുന്നതാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഒളിച്ചിരുന്ന മിക്കാസയും മറ്റുള്ളവരും അവരെ അടിച്ച് താഴെയിടുന്നു. സോ അവരുടെ കൈകളെല്ലാം കെട്ടിയിട്ട് അവരെ അവിടെ താഴെയിടുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാപ്റ്റനുമായി റീഗ്രൂപ്പ് ചെയ്യണം. അതാണ് ക്യാപ്റ്റന്റെ ഓർഡർ. പിന്നെ ഒരു കാര്യം എന്ന് മിക്കാസ പറയുന്ന സമയത്ത് സീൻ കട്ടാവുന്നു. പിന്നീട് ക്യാപ്റ്റൻ ലീവൈ എറിനെ കൊണ്ടുപോകുന്ന വണ്ടിയുടെ അടുത്തോട്ട് വരുന്നു. എന്തു പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വഴിയിൽ ഒരുപാട് തിരക്കുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ചു മുൻപിലായി കമാൻഡർ പിക്സസ് നമ്മളെയും കാത്തു നിൽക്കുന്നുണ്ട്. അവരെ നമുക്ക് പറ്റിക്കാൻ പറ്റിയില്ലേ എന്ന് ക്യാപ്റ്റനോട് ചോദിക്കുവാണ് ആ ലേഡി. അതെ. ഓ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി കാണുമല്ലോ. ഇല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതിനു പുറകിൽ മിലിറ്ററി പോലീസ് അല്ല. അവരാണെങ്കിൽ ഇതുപോലെ 7 കൂലികളെ വെക്കില്ലായിരുന്നു.
ഇത് കണ്ടിട്ട് ഈ വണ്ടിയുടെ പുറകെ ഒരവസരത്തിനായി കാത്തിരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിലോ. ക്യാപ്റ്റൻ വണ്ടി നീങ്ങി തുടങ്ങി. എന്നാൽ ലേഡി പറയുന്നു, നീഫ, നീ റിപ്പർ കോണിയെ പറ്റി കേട്ടിട്ടുണ്ടോ? തലസ്ഥാനത്ത് കൂട്ടക്കൊല നടത്തിയ അയാളാണോ? 100-ലധികം മിലിറ്ററി പോലീസുകാരുടെ കഴുത്തറുത്ത് കൊന്ന കൊലപാതകി. പക്ഷെ അത് ശരിക്കും കെട്ടുകഥയല്ലേ എന്ന് നീഫ ചോദിക്കുന്നു. അല്ല, അവൻ ശരിക്കുമുണ്ട്. ആ കഥകളും സത്യമാണ്. ഞാൻ ചെറുതായിരുന്നപ്പോ കുറച്ചുനാൾ അവന്റെ കൂടെ ജീവിച്ചിട്ടുണ്ട് എന്ന് പറയുവാണ് ക്യാപ്റ്റൻ ലിവായ്. എന്തിനാണ് ഇപ്പൊ റിപ്പറെ പറ്റി സംസാരിക്കുന്നത്? ഇത് തമാശ പറയാനുള്ള നേരമല്ല എന്ന് പറയാണ് നീഫ. ശരിയാ, ഇതുപോലെയുള്ളവരെ മുന്നിൽ നിർത്തി കളിക്കാൻ അവൻ ഒരു മടിയും കാണിക്കില്ല. ഈ വണ്ടിയുടെ പുറകെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പുറകിൽ നിന്നായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്, അതും ഉയരം കൂടിയ ഒരു സ്ഥലത്ത് നിന്ന് എന്ന് ക്യാപ്റ്റൻ ലിവായ് ചിന്തിക്കുന്ന സമയത്താണ് തന്റെ പുറകിൽ ആരുള്ളതുപോലെ അവന് തോന്നുന്നത്. നിഫ! പെട്ടെന്ന് തന്നെ നിഫയെ അയാൾ ഷൂട്ട് ചെയ്യുന്നു. ഇവരുടെ ടീമിലുണ്ടായിരുന്ന മറ്റൊരാളെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഏയ് ലിവായ്, നീ വളർന്നോടാ. ഇതേ സമയം അവന്റെ ടീമിലുള്ള ഒരുപാട് പേര് അങ്ങോട്ട് വരുന്നു. കഷ്ടം, 1 ഇഞ്ച് പോലും വളർന്നില്ലല്ലോടാ എന്ന് പറഞ്ഞ അയാൾ അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. കോണി എന്നും വിളിച്ച് തന്റെ വാളെടുക്കുവാണ് ക്യാപ്റ്റൻ ലിവായ്. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത ദിവസം വരെ അതുവരേക്കും ബൈ.